ഓർമ്മയുണ്ടോ ഈ കാലം? വെന്ത് കുഴഞ്ഞ റേഷനരി ചോറിൽ നിന്നും കല്ല് പെറുക്കിക്കളഞ്ഞ് കഴിച്ചിട്ടുണ്ടോ? മഴ പെയ്ത് തണുത്തുറയുമ്പോൾ പൊട്ടിയ ഓടിനിടയിൽ നിന്നും വീഴുന്ന മഴവെള്ളത്തെ കയ്യെത്തി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? വീഴുന്ന മഴവെള്ളത്തിൻ്റെ അടിയിൽ അമ്മ പാത്രം കൊണ്ടുവെക്കുമ്പോൾ ഇവിടെയും ഉണ്ടമ്മേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ? വയറു വിശന്നിട്ട് പുളിങ്കുരുവോ ആഞ്ഞിലിക്കുരുവോ ചക്കക്കുരുവോ വറുത്തു തിന്നിട്ടുണ്ടോ? കപ്പപ്പുഴുക്ക് വേവിക്കുമ്പോൾ ചെറുള്ളിയും കാന്താരിയും ഉപ്പും പച്ചവെളിച്ചെണ്ണയും കൂട്ടി കുഴച്ചു കഴിച്ചിട്ടുണ്ടോ? വിശന്നിട്ട് കണ്ണ് കാണാതെ വെന്ത ചൂട് ചോറിൻ്റെ കൂടെ പച്ചവെളിച്ചെണ്ണയും ഉപ്പും മാത്രം കൂട്ടി കഴിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ബുക്കിൻ്റെ രണ്ട് പുറത്തും മത്സരിച്ച് രണ്ട് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ടോ? പേന മാറ്റി വാങ്ങാനില്ലാതെ അതിലും വില കുറഞ്ഞ റീഫില്ലർ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടോ? നാളെ ക്ലാസ്സിൽ വരുമ്പോൾ 10 രൂപ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ നെഞ്ചൊന്ന് ഇടിച്ചിട്ടുണ്ടോ? വഴിയിന്ന് കിട്ടിയ കശുവണ്ടി പെറുക്കി കൂട്ടി വെച്ചിട്ട് ഇത് വിറ്റ് കിട്ടുന്ന പൈസയോർത്ത് സ്വപ്നം കണ്ടിട്ടുണ്ടോ? തീരാറായ ചിമ്മിനി വിളക്ക് ഒന്ന് തിരിച്ചും മറിച്ചും കുലുക്കിയും നോക്കിയിട്ട് അല്പം കൂടി ആളിക്കത്തുന്നത് നോക്കി കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ നിന്നും കിട്ടുന്ന പയറും കഞ്ഞിയും പഴുത്ത വാഴയിലയിൽ പൊതിഞ്ഞ അച്ചാറോ ചമ്മന്തിയോ കൂട്ടി കഴിച്ചിട്ടുണ്ടോ? രാത്രിയിൽ എപ്പോഴോ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇതിലും ഭീകരമായ അവരുടെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ? ഓർമ്മകൾക്ക് എപ്പോഴും വല്ലാത്തൊരു നോവാണ്, പാഠമാണ്, നെഞ്ചിൽ സുഖമുള്ള നീറ്റലാണ്. ഓർക്കുമ്പോഴൊക്കെ കണ്ണിൽ വെള്ളം പൊട്ടുന്ന കിനാവാണ്. വളരെ വലിയൊരു മെസ്സേജാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതെ, ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ ഉണ്ട് അല്ലേ? അതായത് പഴയ ഒരു തലമുറയുടെ അതെ, ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് ജീവിച്ച് പോയ ഒരു തലമുറ ഇപ്പോഴും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എനിക്കൊക്കെ ഈ പറഞ്ഞതിൽ ചിലതൊക്കെ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പറയുമ്പോൾ നമ്മളെ കണ്ണിലൂടെ അതിങ്ങനെ ശരി കാണുകയാണ്. തീർച്ചയായിട്ടും ഉച്ച സമയത്ത് പോലും കഞ്ഞി കുടിച്ചിരുന്നൊരു കാലുണ്ട്. അതെ അതെ, കഞ്ഞി. അതുപോലെ നമ്മുടെ നാട്ടിൽ പൂളാന്ന് പറയും, കപ്പയൊക്കെ ആശ്രയിച്ച് ചക്കയൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞൊരു തലമുറ നമുക്കുണ്ട്. നമ്മുടെ രക്ഷിതാക്കളെ അവരുടെ പൂർവികരൊക്കെ ഇതിലേറെ കഷ്ടപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. ഒരു നേരത്തെ വയറ് നിറക്കാൻ വേണ്ടിയിട്ട് അതും ജോലിക്കൊട്ടും കുറവുണ്ടാവില്ല, അധ്വാനത്തിനൊട്ടും കുറവില്ല. പക്ഷെ ഭക്ഷണത്തിന് ആണെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണമാണ് കിട്ടുക. തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ എത്ര അനുഭവങ്ങൾ എത്രയോ പറയാണ്ടാവും. തീർച്ചയായിട്ടും അന്ന് ഇപ്പൊ നമ്മള് സ്കൂളിൽ, എനിക്കറിയാം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലുള്ള ഈ അത് കഞ്ഞിയും പയറും പാത്രത്തിലേക്ക് കഞ്ഞിന് ഒരു കയ്യിലോട് കഞ്ഞി ചോറാ കഞ്ഞിയെ മനസ്സിലാവില്ല, അത് ഒഴിച്ചു തരും. അതിന് മുകളിൽ പയർ ഒഴിച്ചു. അതായിരുന്നു. എന്നിട്ട് ഈ എല്ലാ കുട്ടികളും കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കഞ്ഞി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ നമുക്കറിയായിരുന്നു. വീട്ടിലോട് പ്രത്യേകം വാങ്ങിയിട്ട് എന്താ വെച്ചാൽ അത്ര കഷ്ടപ്പാട്. അങ്ങനെ ഒരു ആശ്വാസമായിരുന്നു ഒരു തരത്തില് അന്നത്തെ കാലത്ത് സ്കൂളിലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും തന്നെ പറയാം. അതേപോലെ ആ ചിന്ത